മലയാള സിനിമയിലെ യുവനായക തലമുറ ശക്തി പ്രാപിച്ചു വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് നരേന്റേത്. മലയാളത്തിൽ തമിഴിലും ഒരുപോലെ തിരക്കുള്ള നരേനുമൊത്ത് അല്പനേരം. 2009 ഒരു ഭാഗ്യദേവത കടാക്ഷിച്ച മതി അല്ലേ നരേന്? ഭാഗ്യദേവത രണ്ട് രീതിയിലാണ്. ശരിക്കും 2009 ആദ്യം കിട്ടുന്ന കോൾ സത്യൻ സാറിൻ്റെ അടുത്ത് നിന്നാണ്, ഭാഗ്യദേവത എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ. അപ്പോൾ അത് ഒരു ഭാഗ്യദേവതയായി മാറി. പിന്നെ അതിൻ്റെ ഒരു 100 ഡേ ഫംഗ്ഷൻ ആകുമ്പോഴേക്കും നമ്മുടെ ശരിക്കുള്ള ഭാഗ്യദേവത പുറത്തേക്ക് വന്നു. മോളുടെ പേര് തന്മയ എന്നാണ്. മോള് ജനിച്ചതിന് ശേഷം ആദ്യം ഇറങ്ങിയ പടം റോബിൻഹുഡാണ്. പടത്തിൽ നല്ല റിവ്യൂസാണ്, വൺ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമില്ല. ഈ 2009 ഈ സത്യന്റെ കോൾ വന്നു പറഞ്ഞല്ലോ, ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? നല്ല ഗ്യാപ്പായിരുന്നു. അതെന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം 2008 അഞ്ചാതെ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി. അത് കഴിഞ്ഞ വർഷത്തെ വലിയ ഹിറ്റ്സിലൊന്നായിരുന്നു. പക്ഷേ ഈ പടം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അടുത്തൊരു പൂക്കട രവി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തു. ഈ പടം കമ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഭയങ്കര ഡിലേ ആയിപ്പോയി പടം. അപ്പോൾ അത് കാരണം പല പ്രോജക്റ്റുകളും മലയാളത്തിലും ചെയ്യാൻ പറ്റാണ്ട്. ഇതിപ്പോൾ അവർ സപ്പോസ് 4-5 മാസം ഷൂട്ടിംഗ് ചെയ്യുന്നില്ല എന്ന് വെച്ചിരുന്നെങ്കിൽ പല പ്രോജക്റ്റും കമ്മിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അതല്ല, അടുത്ത മാസം നടക്കും എന്ന് പറഞ്ഞു അതിങ്ങനെ നീണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലാണ് ഈ റോബിൻഹുഡൊക്കെ ചെയ്തത്. ഇതുവരെ പൂക്കട രവി തീർന്നിട്ടില്ല. പൂക്കട പിന്നെ എന്താ പറയുക, വിൽക്കാൻ പറ്റിയിട്ടില്ല പൂക്കട രവിക്ക്. പക്ഷേ നരേൻ വന്ന സിനിമ ഉണ്ടല്ലോ, ആദ്യത്തെ സിനിമ ഭയങ്കര ആംഗ്രി യങ് മാൻ പോലീസ് ഓഫീസർ, ഫയർ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാവുന്ന പേരാണ്. അതിനുശേഷം വന്നുള്ള ക്യാരക്ടേഴ്സൊക്കെ വളരെ കുറച്ച് സോഫ്റ്റ് റൊമാൻറ്റിക് ഹീറോസ് ആണ്. ഇപ്പൊ അച്ചുവിന്റെ അമ്മയിലാണെങ്കിലും പിന്നെ അതുമാതിരി വിക്കം എന്റെ കൽബിലെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ക്യാമ്പസിൽ പ്രണയിക്കാൻ പറ്റാവുന്ന ഒരു ഹീറോ ടൈപ്സ്. ഓക്കെ, അങ്ങനെ ഒരു വേണച്ചിട്ടൊരു ട്രാൻസിഷൻ ആയിരുന്നു. ഫോർ ദ പീപ്പിളിന് ശേഷം ഏകദേശം ഒരു 7-8 മാസം വർക്ക് ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം വന്ന ക്യാരക്ടേഴ്സ് 99% വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഒന്നെങ്കിൽ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ ഒരു റൗഡിയുടെ ക്യാരക്ടർ, വളരെ ആംഗ്രി ആയിട്ടുള്ള. അപ്പോൾ ഞാൻ ഈ വരുന്നവരുടെ ചോദിക്കാറുണ്ട്, എന്താ ഇങ്ങനത്തെ ഇത്? എനിക്ക് അല്ല, നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ളതല്ലേ ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് അതെന്താ അങ്ങോട്ട് ബ്രാൻഡ് ചെയ്യും. നമ്മൾ വീണ്ടും ഒരു പടം കൂടി ചെയ്താൽ പിന്നെ നമ്മുടെ പേരിൽ തന്നെ വേണമെങ്കിൽ ഒരു പോലീസ് യൂണിഫോം തച്ച് തരും. അപ്പോൾ അങ്ങനെ ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു പല പടങ്ങളും ചെയ്യാതിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ അപ്പോഴും ഗ്യാപ്പായി. പക്ഷേ പിന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് സത്യൻ സാർ അച്ചുവിൻ്റെ അമ്മയ്ക്ക് കാസ്റ്റ് ചെയ്തപ്പോഴാണ്. അതൊരു ഭയങ്കര അൺബിലീവബിൾ കാസ്റ്റിംഗ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു പടം ചെയ്തതിന് ശേഷം അദ്ദേഹം അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ ക്യാരക്ടർ വിളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് വളരെ സീസൺഡ് ആയിട്ടുള്ളൊരു ഡയറക്ടർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഇടയിൽ വേറെ ചില പടങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ചിലപ്പോൾ മിസ് ചെയ്തേനെ. ചിലപ്പോൾ അലക്സാണ്ടർ ഫെലിക്സ് അല്ലേ റോബിൻഹുഡിലെ ക്യാരക്ടർ? ഇത് ഈ പഴയ നമ്മള് മാൻഡ്രേക്ക് ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു ചെയ്തപ്പോൾ. ഇത് ശരിക്കും എനിക്ക് ഒരു വളരെ എന്താ പറയുക, ഒരു ഭയങ്കര ന്യൂ ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ്. ഇതുവരെ ചെയ്യാത്തതുമാണ്. എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടാറുമില്ല ബേസിക്കലി. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിന് എന്നെ കൺസീവ് ചെയ്തപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഈ ക്യാരക്ടർ ശരിക്ക് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ സാധാരണ ഡിറ്റക്റ്റീവ്സിന് ഉണ്ടാവുന്ന കുറേ ക്യാരക്ടർ ക്വാളിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ അല്ല, അതുണ്ട്. ഇപ്പോൾ ഇതിൽ ഇയാളുടെ കോസ്റ്റ്യൂം സെൻസ് ഉണ്ട്. ഷർട്ടും അതിൻ്റെ മുകളിൽ ഓവർ കോട്ടൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നാൽ വളരെ കാഷ്വലാണ് ആൾ. രസം എന്താണെന്ന് വെച്ചാൽ ഇയാൾ വളരെ ലവബിളാണ്. അപ്പോൾ വെറുതെ ഒരു അല്ലെങ്കിൽ ഒരു ഇത് അന്വേഷിക്കാൻ വരുന്നു എന്നുള്ളതല്ല. ബേസിക്കലി ഈസ് എ വെരി ലവബിൾ പേഴ്സൺ. ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് എ ഓഷൻ ഓഫ് നോളജ്, ബണ്ടിൽ ഓഫ് നോളജ് എന്നൊക്കെ പറയുന്ന മാതിരി. അതെ, ശരിക്കും ഈ ഒരു ഇപ്പോൾ ഇൻഡസ്ട്രി ഈ സ്പോട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പൊതുവേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭയങ്കര ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും സെറ്റിൽ. അദ്ദേഹം വളരെ സീരിയസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജോഷി സാറും യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ജോഷി സാർ ആദ്യമായിട്ടാണ് തോന്നുന്നു യങ്സ്റ്റേഴ്സിനെ മെയിൻ ആയിട്ട് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള സെറ്റുകളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇദ്ദേഹം ബേസിക്കലി ഈ പറയണ മാതിരി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല. വളരെ എന്താ പറയുക,
വെരി ജോവിയലാണ്. ഭയങ്കര ഭയങ്കര അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസും വെച്ചിട്ട് അങ്ങനെ നേരെ ഓപ്പോസിറ്റാണ്. വളരെ സിമ്പിൾ ആൻഡ് വെരി സ്വീറ്റ് ആൻഡ് ഭയങ്കര ഫൺ ലവിങ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ. നമുക്ക് ആ പെർഫോമൻസ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ ചെറിയ അദ്ദേഹം പറഞ്ഞു തരുന്ന ന്യൂവൻസസ് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.